2026 ഇടതുപക്ഷത്തിന് തുടർ ഭരണമോ അതോ നീണ്ട 10 വർഷത്തെ പ്രതിപക്ഷവാസത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേറുമോ? ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ കൊഴുക്കുന്നത്. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താൻ കനകോലുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ടീം എന്തിനും സജ്ജമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നോട്ടുപോക്കിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത ഭരണവിരുദ്ധതയ്ക്കിടെ ഇടത് മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. മൂന്നാം തവണയും ഇടത് സർക്കാർ തന്നെ എന്ന് അടിവരയിടുന്ന ആ ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് ആദ്യം പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഭരണനിർവഹണവും അഴിമതി വിരുദ്ധ നടപടികളുമാണ്. അഴിമതിക്കെതിരെ LDF സർക്കാർ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 2025 തുടക്കത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അതായത് VACB വെറും 2 മാസത്തിനുള്ളിൽ 18 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. ഇത് സംസ്ഥാനത്തിന് ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു. ഭരണത്തിലെ ഈ മുൻകൈയെടുത്ത സമീപനം ഭരണത്തിലുള്ള പൊതുജന വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജന ക്ഷേമ സംരംഭങ്ങളാണ്. സർക്കാരിന്റെ മുൻനിര ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ കുടുംബങ്ങളിൽ ഏകദേശം 48% കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി. കൂടാതെ 2016 മുതൽ ലൈഫ് മിഷന് കീഴിൽ 3,75,000-ത്തിലധികം ഭൂമി രേഖകൾ വിതരണം ചെയ്തു. 4 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു. സാമൂഹിക ക്ഷേമത്തോടുള്ള LDFന്റെ പ്രതിബദ്ധത ഈ ശ്രമങ്ങൾ അടിവരയിടുന്നുണ്ട്. മൂന്നാമത്തേത് സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവുമാണ്. LDFന്റെ നേതൃത്വത്തിൽ കേരളം മൊത്തം 20,500 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തിന്റെ IT കയറ്റുമതി 34,000 കോടിയിൽ നിന്ന് 90,000 കോടിയായി ഉയർന്നു വരികയും ചെയ്തു. കൊച്ചി വാട്ടർ മെട്രോ, 2025 ഡിസംബറോടെ നാഷണൽ ഹൈവേ 66 പൂർത്തീകരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സംസ്ഥാന പ്രവർത്തനങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. നാലാമത്തേത് ഉൾക്കൊള്ളുന്ന സാമൂഹിക നയങ്ങളാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള കടാശ്വാസം, പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതികൾ, ഈ സമുദായങ്ങളിലെ വിവാഹങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്നിവ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി LDF സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നടപടികൾ സമഗ്ര വികസനത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തേത് പൊതുജന ഇടപെടലും സുതാര്യതയുമാണ്. നവകേരള സദസ് സംരംഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് പൗരന്മാരുമായി നേരിട്ട് ഇടപഴകുന്നുണ്ട്. ഈ ജനസമ്പർക്ക പരിപാടി സർക്കാരിന്റെ നേട്ടങ്ങൾ പരസ്യപ്പെടുത്തുക മാത്രമല്ല, ഭാവി നയങ്ങൾ അറിയിക്കുന്നതിനായി പൊതുജനാഭിപ്രായങ്ങൾ ശേഖരിക്കുകയും സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളിലും ദുർബല വിഭാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. സ്ത്രീ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കായി ഒരു പ്രത്യേക വകുപ്പ് സ്ഥാപിച്ചു. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. കൂടാതെ പ്രൈഡ് പ്രൊജക്ട് പോലുള്ള സംരംഭങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇത് സാമൂഹിക തുല്യതയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത എടുത്തു കാണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തേത് ഭരണം, ക്ഷേമം, സാമ്പത്തിക വികസനം, സാമൂഹിക ഉൾപ്പെടുത്തൽ എന്നിവയിലെ ഈ സംയോജിത ശ്രമങ്ങളെല്ലാം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ LDFന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നുള്ള വിലയിരുത്തലാണ്. വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ മുൻകൈയെടുത്തുള്ള സമീപനവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയിലുള്ള ശ്രദ്ധയും വോട്ടർമാരുമായി പ്രതിധ്വനിക്കുന്നത് തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസും ഒരു ചുവട് മുൻപേ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു തവണ കൂടി അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വളരെ വലിയ രീതിയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ വിലയിരുത്തൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു മുന്നൊരുക്കമുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് അകത്ത് നടക്കുന്ന ഈ പുനഃസംഘടനയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കനകോലുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇലക്ഷൻ പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ അണിയറയിൽ സജീവമായി നടക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ കയ്യിലുള്ള ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധം എന്ന് പറയുന്നത് അത് തീർച്ചയായും ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ആളിക്കത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിന് എളുപ്പത്തിൽ മുന്നേറാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അതേസമയം 2021 ശേഷമുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ നയങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഭരണവിരുദ്ധതയൊന്നും തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന് അനുകൂലം തന്നെയാണ്. ഭരണവിരുദ്ധത ഇല്ല എന്ന് സർക്കാർ ഊന്നി പറയുന്നതിന്റെ പ്രധാന കാരണവും പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്.